ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസം വെച്ചിട്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നായിരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. വണ്ടി നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി കാർബേറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നു. കാർബേറ്റർ അതേപോലെ തന്നെ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നു. പ്ലഗ് അഡാപ്റ്റർ മാറ്റേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തി. ഓടിച്ചു നോക്കാൻ നമുക്ക് കിട്ടിയ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഒന്ന് സൈലൻസറിക്കടെ വൈറ്റ് കളറിൽ നല്ല രീതിയിൽ പുകയുണ്ടായിരുന്നു. പിന്നെ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വണ്ടി പെട്ടെന്ന് സഡനായിട്ട് പിക്കപ്പിലേക്ക് നമ്മളൊന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റേസ് ആവും. അതിൻ്റെ ഒരു മൂവ് കാണിക്കില്ല. അതായത് അതിൻ്റെ സ്പീഡ് നമുക്ക് കിട്ടില്ല. അത് ക്ലച്ച് സ്ലിപ്പായി പോണതിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ 2 കംപ്ലൈൻറ്റ് നമുക്ക് മെയിനായിട്ട് തോന്നിയിരുന്നത്. പിന്നെ സെൽഫൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടായില്ല. ഇപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഈ ഒരു സർവീസ് കൂടി ഉപയോഗിക്കാം നമുക്ക്. ക്യാമൊക്കെ ഒരു ബില്ലിങ്ങൊക്കെ തിരിച്ചിട്ട് ഉപയോഗിക്കണേ. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ഒരു സർവീസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ വീലിൻ്റെ ഡാമ്പർ റബ്ബർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. മൊത്തം പൊട്ടി കിടക്കാണ്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കുറച്ചുകൂടി കട്ടയുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്ത് ഡ്രമ്മൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. ചെയിനൊക്കെ ആയാലും നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. ചെയിൻ ടൈറ്റ് ചെയ്ത് ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തിടുക നമുക്ക്. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണത്. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. ഇതേപോലെ കാർബറേറ്റർ നമുക്ക് ഇതിനകത്ത് കാർബറേറ്റർ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ശരിക്കും പെട്രോളൊക്കെ കിടന്ന് മെൽറ്റായ ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത്. തന്നെയല്ല നമുക്ക് അതിൻ്റെ പ്ലഗ് അഡാപ്റ്ററും കൂടി നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് വണ്ടിയാണ് നമ്മൾ ഓടിച്ചു വയ്ക്കാറുണ്ട്. പിന്നെ നമ്മളതിൻ്റെ എൻജിൻ ഓയിലിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എൻജിൻ ഓയിലിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വണ്ടിയിലേക്കുള്ള ഓയിലുണ്ട് ഇതിനകത്ത്. പറയാൻ കാരണം എന്ന് വെച്ചാൽ അളവ് വളരെ കൂടുതൽ. നമുക്ക് ഇതിനകത്ത് ശരിക്കും 900 മില്ലിയാണ് പാടുള്ളൂ. ഇത് ഓയിൽ ലെവൽ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അത് അങ്ങനെ തന്നെ ഓയിൽ മേടിച്ച് ഒഴിച്ചേക്കണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാഴ്ചയിൽ. കാരണം ഇത്രയും ഓയിൽ നമുക്ക് ഒരു കാരണവശാലും വരില്ല. നമുക്ക് ആകെ കൂടി 900 മില്ലി ഓയിൽ വരുള്ളൂ. ഇപ്പോൾ മേടിച്ച് ഒഴിച്ചേക്കണ ഓയിൽ പുതിയ ഓയിലാണെങ്കിൽ കൂടി പഴയതിനകത്തേക്ക് മിക്സ് ആയതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റിയും വളരെ മോശമായിട്ടുണ്ട്. അപ്പോൾ എൻജിൻ ഓയിലും കൂടി കൂട്ടത്തിൽ മാറ്റി പുതിയത് ഫില്ല് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നല്ല ബ്രേക്ക് ലൈനറാണ്. നമുക്ക് ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാം ഗ്രീസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വണ്ടി നമുക്കിപ്പോൾ കുറേ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് ഫോം ചെയ്തിട്ടുണ്ടാവും. തുരുമ്പ് പോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ജാമായിട്ട് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കൂട്ടത്തിൽ തന്നെയാണ് ജനറൽ സർവീസിനകത്ത് നമ്മൾ എല്ലാ സർവീസിലും നമ്മൾ അതിൻ്റെ ബ്രേക്ക് നോക്കിയിട്ട് ടൈറ്റ് കാണിക്കേണ്ടെങ്കിൽ കൈയോടെ നമ്മൾ അയച്ച് ഗ്രീസ് ചെയ്ത് പോണത്. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പ്ലഗ് അഡാപ്റ്റേഴ്സ് പറഞ്ഞു. ഇത് രണ്ടും നമ്മൾ മാറ്റി പുതിയതായിട്ടാണ്. ആ ന്യൂ മോഡലിൽ അഡാപ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. റബ്ബർ ടൈപ്പാണ്. ഷോട്ടിങ് വരാണ്ടിരിക്കാനാണ്. ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വെയിലത്തേക്ക് ഇരുന്ന് ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ തട്ടിക്കാൻ ഷോർട്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്ലഗും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെയുള്ളത് സെൽഫ് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ 2023 ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. വലിയ പഴക്കമായിട്ടില്ല. നമ്മൾ ബാറ്ററിയുടെ വോൾട്ട് നോക്കുമ്പോൾ വോൾട്ട് കുറവാണ്. അതിനകത്ത് 11.73 കാണിക്കുന്നുള്ളൂ. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും നമുക്ക് ബാറ്ററി ലോ ആയിട്ട് കാണിക്കാം. അപ്പോൾ ബാറ്ററി നമുക്കൊന്ന് ചാർജ് ചെയ്ത് കയറ്റാം. പക്ഷേ നമ്മൾ സെൽഫ് വർക്ക് ചെയ്യുമ്പോൾ സെൽഫും വർക്കിംഗ് അല്ല. ഞാൻ വേറൊരു ബാറ്ററി വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് ഈ റിലേ യൂണിറ്റ് ഷോർട്ട് ആയതായിട്ടാണ് കാണുന്നത്. കാരണം റിലേ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ വർക്കാവുന്നുണ്ട്. നേരെ മറിച്ച് സ്വിച്ചിൽ നിന്ന് കണക്റ്റേഷൻ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് റിലേയുടെ പ്രോബ്ലം കൊണ്ട് തന്നെയാണ്. തന്നെയല്ല ഈ റിലേ നമുക്ക് എങ്ങനെയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചു എന്ന് വെച്ചാലും പിന്നീട് അത് ഷോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിയിടണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ക്ലച്ച് ഡിസ്കിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. ക്ലച്ച് ഡിസ്ക് ഈ പറഞ്ഞ രീതിയുടെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്ത് കംപ്ലൈൻറ്റ് ഉണ്ട്. പുകയുടെ പ്രശ്നമുണ്ട് ചെറുതായിട്ട്. കൂട്ടത്തിക്കടെ ആ അവസ്ഥ നിലനിൽക്കുന്ന കൂട്ടത്തിക്കടെയാണ് നമ്മൾ ഈ എഞ്ചിൻ ഓയിൽ ഇത്രയും ലെവൽ കൂടുതൽ ഒഴിച്ചാണ്. അപ്പോൾ ആവശ്യത്തിന് കൂടുതൽ ഓയിൽ അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി കയറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ അളവ് വളരെ കൂടുതലാണ്. 900 മില്ലി ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് സർക്കുലേഷൻ നടക്കുകയുള്ളൂ. അളവ് കൂടുന്നതിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന എയറിൻ്റെ കംപ്രസിങ് കൂടും. സാധാരണ ഇതിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓയിൽ സീലൊക്കെ തള്ളി പോകേണ്ടതാണ് സാധ്യത. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഓയിൽ ആ വഴിക്കും ഹെഡിനകത്തേക്ക് കംപ്രസ് ചെയ്ത് കയറ്റിയിട്ടുണ്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് അത്രയും പുക കാണിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ ഓയിലൊക്കെ മാറ്റിയിട്ട് പുതിയ ഓയിൽ ഒഴിച്ച് ഓടിക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവും. ഇനി നേരെ മറിച്ച് സിലിണ്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണോ വന്നേക്കണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഓടിക്കുമ്പോഴത്തേക്ക് അത് നിലവിൽ ആ പ്രോബ്ലം സോൾവ് ആവേണ്ടതാണ്, മാറേണ്ടതാണ്. അതല്ലെങ്കിൽ തന്നെ അളവ് വളരെ കുറഞ്ഞു വരും. ക്ലച്ച് ഡിസ്കിൻ്റെ കേസ് നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് ഈ ക്ലച്ച് കേബിളൊന്നും മാറ്റിയിട്ടേക്കാം. ഈ കേബിൾ ഔട്ടർ വലിഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ അത് ലൂസാക്കിയിട്ട് ഓടിച്ചപ്പോഴും ക്ലച്ച് ഡിസ്ക് സ്ലിപ്പിങ് കാണിക്കുന്നുണ്ട്. തൽക്കാലം കേബിൾ മാറ്റിയിടാം. കാരണം കേബിൾ ഒരു പ്രാവശ്യം ഔട്ടർ വലിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെയും
വലിച്ചിലൊരു ക്ലച്ച് ലോഡായി കിടക്കും, നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലച്ച് കേബിൾ മാറ്റിയിട്ടേക്കാം. ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻറ്റ് ഉണ്ട്, തൽക്കാലം നമുക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഞാൻ ഹെഡിൻ്റെ പ്രോബ്ലം എങ്ങനെയാണെന്നുള്ള ദിവസം നോക്കാം. ഹെഡിൻ്റെ അകത്ത് നമുക്ക് കാര്യമായിട്ടുള്ള പുകയുടെ പ്രസൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്കത് അഴിക്കേണ്ടതായിട്ട് തന്നെ വരും. അങ്ങനെ അഴിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ ക്ലച്ച് ഡിസ്ക് അഴിച്ചാലും മതി. കാരണം തീരെ മോശാവസ്ഥയിലേക്ക് ക്ലച്ച് ഡിസ്ക് ആയിട്ടില്ല, കംപ്ലൈൻറ്റ് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ആ ക്ലച്ച് കേബിൾ ലോഡായി കിടന്ന് നമ്മൾ അറിയാണ്ട് പറ്റിയാണ് സംഭവമാണത്. അതപ്പോൾ ആ രീതിയിൽ ഓടട്ടെ, പരമാവധി ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്പോൾ നിലവിലിപ്പോൾ ഇത്രയും വർക്ക് ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര വരും ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.